ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വിഷു വ്ലോഗാണ്. എനിക്ക് വിഷുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മന്ത് ഓഫ് ദി ഇയർ ആണ് ഏപ്രിൽ. ഓഫ് കോഴ്സ് വിഷു ആയത് കാരണം തന്നെയാണ്. അപ്പോൾ വിഷു അതുപോലെ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫെസ്റ്റിവലാണ്. എനിക്ക് തോന്നുന്നു ഓണത്തിനെക്കാട്ടിലൊക്കെ എനിക്ക് കൂടുതലും ഇഷ്ടം വിഷുവാണ്. ബിക്കോസ് ഓഫ് ദി ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. നമ്മുടെ വിഷു കൊന്നപ്പൂവ്, പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വിഷു സദ്യ, വിഷു കൈനീട്ടം, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് വിഷു ഇത്രയ്ക്കും ഫേവറേറ്റ് ആകാനായിട്ടുള്ള റീസൺസ്. എനിവേ, എല്ലാവർക്കും ഒരു അടിപൊളി വിഷു ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഈ ഒരു വർഷം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, കണിയൊക്കെ കണ്ടു, ഒരു ചായയൊക്കെ കുടിച്ചിട്ടിങ്ങനെ നിൽക്കുവാണ്. ഇവക്കുട്ടീനെ രാവിലെ കണി കാണിക്കാൻ എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ് കണി കണ്ടിട്ട് നേരെ പോയി കുളിച്ചിട്ട് ഇവുവിനെ വന്ന് ഉണർത്തി കണി കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവക്കുട്ടി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ രാവിലെ എഴുന്നേറ്റ് പോയി തനിയെ കണിയൊക്കെ കണ്ടിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ആശാൻ ഇന്നലെ ഞങ്ങളുടെ കൂടെ കണി ഒരുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ രീതിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കണി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻലി ഞാനിവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. എനിക്കിങ്ങനെ നിന്നിട്ട് ഫോൺ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്കിനി അമ്പലത്തിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് കേട്ടോ, വിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കായിരിക്കും ഞാൻ പോവുക. അപ്പം പറ്റുവാണെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ആൻഡ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിനി പതിയെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. ചെറിയൊരു വ്ളോഗായിരിക്കും. ഞാൻ റാൻഡംലി പറ്റുന്നതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഉണ്ടാവുന്നൊരു വ്ളോഗായിരിക്കും. അപ്പോൾ കം ഓൺ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ എൻ്റെ അനിയത്തിയും ഫാമിലിയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അമ്പലത്തിൽ പോകുന്ന വഴി ജസ്റ്റ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനും ഇവക്കുട്ടിയും വേഗം തന്നെ ഇറങ്ങുവാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പുതിയ കോടിയൊന്നും അല്ല ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടിഷ്യൂ സെറ്റ് സാരി ആയിരുന്നു ഉടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങി പൂവൊക്കെ ചുടിയിട്ട് ഇവക്കുട്ടീനെ ഇറക്കി ഞങ്ങൾ വേഗം ഇറങ്ങുന്നുണ്ടായിരുന്നു. നോർമലി നമ്മൾ ഇതുപോലെയുള്ള ഒക്കേഷൻസിലാണ് കൂടുതലും സെറ്റ് സാരീസ് വെയർ ചെയ്യാറ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴൊക്കെ വെയർ ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റാണ് സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം. ഇത് വന്നിട്ടൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിലിരിക്കുന്ന അമ്പലം. എനിക്ക് കൂടുതലും അങ്ങനെ ഇരിക്കുന്ന അമ്പലങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ റെനോവേഷൻസ് ഒന്നും ചെയ്യാണ്ട് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടു പോകുന്ന അമ്പലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് തൊഴുതു ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നല്ല ഇഡ്ഡലി സാമ്പാറുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ 2 ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു. ഇവക്കുട്ടി ക്യാമറ കണ്ടപ്പോൾ ഇടുന്ന എക്സ്പ്രഷൻസാണ് കേട്ടോ. അവൻ നോർമലി അങ്ങനെയാണ്, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മസാലാസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൂണ് ഒക്കെ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാനാണ് കയറിയത്. അപ്പോൾ പായസം ഇന്ന് പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ റെസിപ്പി കൂടി ഇടാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് അല്ലാത്ത വെർമിസെലിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഗീ ഒഴിച്ച് കുറച്ച് വെർമിസെലി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ഒരു പരുവത്തിന് നമുക്ക് ആക്കിയെടുക്കണം. ഒരു ചെറിയ ലൈറ്റ് ബ്രൗണിഷ് കളർ. അത് കഴിഞ്ഞിട്ട് സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം.
എടുക്കണം. ഇത്രയും ഷുഗർ ഇടണ്ട, ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയി. കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് ഏകദേശം ഈ പരുവമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. തിളച്ച പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ്, ആ കാരമലൈസ് ആയ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോഴേക്കും റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെർമിസെലി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം വെർമിസെലി കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ ഇച്ചിരി പാലൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കേണ്ടത്. ലാസ്റ്റ് ഒഴിക്കുന്ന പാൽ അധികം തിളപ്പിക്കാതിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഏലക്ക ചതച്ചതും പിന്നെ നമ്മുടെ കിസ്മിസില്ലേ അത് വറുത്തതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് സെറ്റ്. പിന്നെ കൂടുതൽ തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മുടെ പായസം സെറ്റാവും. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച് മെന്യൂസ്. മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, അവിയൽ, തോരൻ, പച്ചടി, 2 പച്ചടി ഉണ്ടായിരുന്നു. ബീട്രൂട്ട് പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് എപ്പോഴും ബാക്കി വരുന്ന സംഭവം അതാണ്, അതുകൊണ്ട് അത് പ്രാവശ്യം വെച്ചില്ല. പിന്നെ സാമ്പാർ, പരിപ്പ്, പപ്പടം, പായസം, അങ്ങനെ വളരെ ചെറിയൊരു മിനിമലായിട്ടുള്ളൊരു സദ്യയായിരുന്നു. ബട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം കൂടി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ സിസ്റ്ററും ഫാമിലിയും തിരിച്ച് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞ കാര്യം വരുമ്പോൾ ബോളി വാങ്ങിയിട്ട് വരണമെന്നായിരുന്നു കേട്ടോ. പാൽപ്പായസിൻ്റെ ഏറ്റവും വലിയ അടിപൊളി കോമ്പിനേഷൻ ബോളിയാണല്ലോ. അങ്ങനെ അവരത് വാങ്ങിയിട്ട് വന്ന് നന്ദാസ് എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. നല്ല അടിപൊളി ഗീ ബോളിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതേ സദ്യ കഴിക്കാനുള്ള ഇലയൊക്കെ ഇട്ടിട്ട് വിളമ്പുവാണ് കേട്ടോ. അപ്പം അവർ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇച്ചിരി കഴിച്ചിട്ടാണ് വന്നത്, പിന്നെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് വീണ്ടും കഴിക്കണം കേട്ടോ. അതൊരു അടിപൊളി സംഭവമാണല്ലേ. നമ്മൾക്ക് ഇതുപോലുള്ള ഒക്കേഷൻസിന് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ എല്ലാ മെമ്പേഴ്സുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുക, കുറേ നേരം തമാശ പറഞ്ഞിരിക്കുക, കളി, ചിരി, ബഹളം, ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് കേട്ടോ ഞാൻ. ഇത്തവണത്തെ വിഷുവിൽ ഞാൻ ആകെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ചാച്ചു നാട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ വിഷു വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ബട്ട് ഇത്തവണ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചാച്ചുവിൻ്റെ പ്രസൻസ് ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്ന് കഴിച്ചത്. പക്ഷേ എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റാണ് പക്ഷേ കഴിച്ചത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സദ്യ കഴിക്കുന്നത്, എനിക്ക് ഇങ്ങനെ സദ്യ കഴിക്കണം. എന്താ പറയുക, ഇലയിൽ ഈ മുളകും കറിവേപ്പിലയും അല്ലാണ്ട് വേറെ ഒന്നും ബാക്കി വെക്കാണ്ട് ഞാൻ നല്ല രീതിയിൽ കഴിക്കും. അങ്ങനെ ദേ നമ്മുടെ ബോളിയും പായസവും ഇതാണ് കേട്ടോ അവിടുത്തെ നന്ദാസിലെ ബോളി. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഡെഫിനറ്റായിട്ടും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും അല്ല ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മഹാബോളി ആൻഡ് നന്ദാസ് ബോളി രണ്ടും അടിപൊളിയാണ്. മഹാബോളി പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, അടിപൊളിയാണ്. ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ ട്രിവാൻഡ്രത്ത് വരുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കലാശക്കൊട്ട്, വിഷുവിൻ്റെ കലാശക്കൊട്ടാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. വാങ്ങി വെച്ചിരുന്ന പൂക്കളും നമ്മുടെ വിളക്കിന് മുന്നേ വെച്ചിരുന്ന പൂക്കളൊക്കെ വാരി വിതറി കളിക്കുക രണ്ടാളും കൂടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അത് കുട്ടി തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വിഷു ഇങ്ങനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.